ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ഒക്കെ ആയ സമയത്ത് നിങ്ങളെല്ലാവരും വിഷ് ലിസ്റ്റ്, അതുപോലെ തന്നെ വിഷ് ബോർഡ്, അങ്ങനത്തെ സംഗതികളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ 2024 എന്തെല്ലാം കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോരോ യൂട്യൂബ് ചാനൽ, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ യൂട്യൂബ് ചാനലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നെപ്പോലെ ഒരുപാട് ഗോൾസുകൾ എഴുതി വെച്ചിട്ട് ഒന്നുപോലും നടക്കാത്ത വീഡിയോ നിങ്ങൾ ആരുടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ കേട്ടോളൂ കേട്ടോ. എൻ്റെ ഗോൾസ് വായിച്ചിട്ട് എനിക്ക് തന്നെ ചെറിയ സങ്കടമൊക്കെ വരിക. ഒരുപാട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിച്ചു. 2024 തീരുന്നത് വരെ ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഒരു ഗോൾസും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ്. ഞാൻ അതിന് വേണ്ടി പ്രയത്നിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഞാനങ്ങനെ എഴുതി വെച്ചു. എനിക്ക് ആദ്യം തന്നെ ഈ ഡയറി എഴുതുന്നൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ ഉടനെ തുടങ്ങിയതാണ്. ഭർത്താവ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ തനിച്ചാവുമല്ലോ. ആ സമയത്ത് ഇങ്ങനെ എഴുതി തുടങ്ങിയതാണ്. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡയറി ആരും വായിക്കുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. കാരണം കളിയാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കാറൊന്നുമില്ല. പിന്നെ കുറേയൊക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് എഴുത്തൊക്കെ നിർത്തി. കുറേ കാലമായിട്ട് പിന്നെ എഴുതാറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 4-5 വർഷം മുന്നേ ആണ് കേട്ടോ വീണ്ടും എഴുതി തുടങ്ങിയത്. അപ്പോൾ ഓരോ വർഷം ഞാനിങ്ങനെ ഗോൾസ് എഴുതി വെക്കുന്നല്ലാതെ ഒരു കാര്യങ്ങളും അതിന് വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ പടച്ചവനോട് ചോദിക്കുക, ദിക്റും സ്വലാത്തും നമ്മൾ നേർച്ചയാക്കി ചൊല്ലുമല്ലോ ഓരോ കാര്യങ്ങൾ സാധിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അത് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങനെ നേർച്ചയാക്കി ചൊല്ലുന്നല്ലാതെ എൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ സംഭവിച്ചും ചെയ്തു. ഒരു കാര്യം എനിക്ക് നേടിയെടുക്കാനും പറ്റിയിട്ടില്ല. 5 വർഷമായി ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. 1000 സബ്സ്ക്രൈബ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അതൊക്കെ ഈ ഗോൾസിൽ ഉണ്ടായിരുന്നതാണ്. എനിക്കതൊക്കെ വായിച്ചിട്ട് കുറേ ചിരിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എൻ്റെ മോൻ്റെ നോട്ട് പുസ്തകത്തിൽ ഒരുപാട് പേജുകൾ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് ഒരു നോട്ട് പുസ്തകം ഞാൻ തന്നെ ഒട്ടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. ഏതായാലും പൈസ കൊടുത്ത് ഇനിയിപ്പോൾ ഡയറി ഒന്നും വാങ്ങിക്കാൻ വയ്യാത്തതുകൊണ്ട് നോട്ട് പുസ്തകം ഞാൻ തന്നെ എഴുതിയതാണ്. പിന്നെ ഈ 2024 പ്രത്യേകത, ഞാൻ ജനുവരി 1 മുതൽക്ക് തന്നെ എഴുതി തുടങ്ങിയിട്ടില്ല കേട്ടോ പ്ലാനർ. ഞാൻ എഴുതിയത് മുഹറം 1-നാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് മുഹറം നമ്മൾ മാസപ്പിറവി കണ്ടാൽ ചൊല്ലേണ്ടതും അതിൻ്റെ ദുആ ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനൽ, ഇസ്ലാമികപരമായിട്ടുള്ള ഒരുപാട് യൂട്യൂബ് ചാനൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ആദ്യം അതൊന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ഓരോ ഹോം ടൂറുകൾ, അതുപോലെ തന്നെ വീടിൻ്റേത്, അതുപോലെ തന്നെ മറ്റുള്ള യൂട്യൂബ് ചാനൽ, അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിരുന്നത് കേട്ടോ. ഇസ്ലാമികപരമായിട്ട് ഒരറിവും ശരിക്കും പറഞ്ഞാൽ എനിക്കില്ല എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഞാൻ കാര്യമായിട്ട് മുഹറം മാസത്തിലാണ് ഒന്ന് നന്നായാൽ എന്താണ്, ഇതുവരേക്കും തോന്നിയ പോലെയൊക്കെ ജീവിച്ചില്ലേ, അപ്പോൾ ഇനി മുതലൊന്ന് നന്നായിട്ട് നിസ്കാരം കള്ളാക്കാതെ ഒരുപാട് ഖുർആനൊക്കെ ഓതി ദിക്റൊക്കെ ചൊല്ലി അങ്ങനെ ഒന്ന് നന്നാവണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഏതായാലും ഞാൻ മുഹറം മാസത്തിൽ നിയ്യത്ത് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാനറാണ്. അപ്പോൾ ഇനി ഏതായാലും 2025 കുറച്ചും കൂടി നമ്മൾ സ്ട്രിക്റ്റായിട്ട് നന്നാവാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പ്ലാനർ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്ലാനർ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കി കഴിഞ്ഞ് നമ്മളിപ്പോൾ ചെറിയ മക്കൾ വീട്ടിലുണ്ടായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ വെച്ചപ്പോൾ കുട്ടികൾ നന്നായിട്ട് കുത്തി വരട്ട് അത് കുറേ പേജുകൾ കീറിയൊക്കെ ആയപ്പോൾ ആകെ നാശമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു പ്ലാനർ 2025 ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ, ഒരു ഉസ്താദിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടാണ് 17 ദിവസം തുടർച്ചയായിട്ട് ഫാത്തിഹ, ആയത്തുൽ കുർസി ഓരോന്നും, അതുപോലെ തന്നെ ഖുൽ യാ അയ്യുൽ കാഫിറൂന 3, അതുപോലെ ഖുൽ ഹുവല്ലാഹു 3, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് 1, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 1. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട 3 സ്വലാത്ത് 17 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ നിയത്ത് വെച്ചത് അത് നമുക്ക് സാധിച്ചു കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇത് ഫസ്റ്റ് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുഹറം മാസത്തിൽ നമ്മൾ 113 ബിസ്മി എഴുതുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അക്കങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എഴുതാൻ നിന്നാൽ ഇപ്പോൾ തീരൂലല്ലോ. അപ്പോൾ നമ്മൾ ക്യാമറ ഒക്കെ ഓഫാക്കിയിട്ട് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ 360 ആയത്തുൽ കുർസി മുഹറം മാസത്തിൽ ചെല്ലാനുള്ളതാണ്. അപ്പോൾ അതും കൂടി ചെല്ലാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പ്ലാനും കൂടി ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞതിന് ശേഷം ചൊല്ലാനുള്ള ദുആ ആണ് കേട്ടോ ഇപ്പോൾ എഴുതുന്നത്. ഇങ്ങനെ പ്ലാനർ എഴുതിയാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആവും കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ഇസ്ലാമികപരമായിട്ട് പ്ലാനർ എഴുതി തുടങ്ങിയപ്പോഴാണ്, ആദ്യം ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ വെച്ചിട്ട് മാത്രമേ എഴുതാറുണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പോൾ ഇസ്ലാമികപരമായിട്ട് ഓരോ കാര്യങ്ങൾ എഴുതി തുടങ്ങിയപ്പോഴാണ്
എനിക്ക് എന്താ പറയുക അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് പറ്റിയത്, നിസ്കാരത്തിലേക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയത് കേട്ടോ. ഇപ്പം ഞാനിത് നമുക്ക് ഡെയിലി ചെല്ലാവുന്ന അദ്കാറുകളും അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അതൊക്കെയാണ് കേട്ടോ ഞാനിവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്. ഒരു മാസത്തേക്കുള്ള കോളം വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് സൺഡേ മൺഡേ ട്യൂസ്ഡേ അത് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ചൊല്ലുന്ന ദിവസങ്ങൾക്ക് നേരെ ടിക്ക് കൊടുത്താൽ മതി. ഇനി ഡെയിലി ചെല്ലാൻ പറ്റുന്ന സൂറത്തുകളാണ്. ഇപ്പോൾ ഇത് നമ്മൾ എഴുതി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നൊരു ഉറപ്പില്ല. ചെറിയ മക്കളുണ്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല. അപ്പോൾ കഴിയുന്നത്ര നമുക്ക് ചൊല്ലാം. സൂറത്ത് യാസീൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ വാഖിയ, ഈ 4 സൂറത്തുകളാണ് ഞാൻ ഓതാൻ ആഗ്രഹിക്കുന്നത്. സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സൂറത്തുകൾ ഓതാനായിട്ട് പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഒരു മാസത്തെ കലണ്ടറും കൂടി ഞാൻ അങ്ങേപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, ചൊല്ലുന്ന ദിവസം ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ 1,00,000 സ്വലാത്ത് നേർച്ചയാക്കിയത് അതിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കട്ടില്ലാത്ത പേപ്പർ ആയതുകൊണ്ട് നമ്മൾ കളർ കൊടുക്കുമ്പോൾ അത് പേജിൻ്റെ അങ്ങേപ്പുറത്ത് കാണുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വേറെ പേപ്പറിൽ എഴുതിയിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി ഞാനിതാ എൻ്റെ രസകരമായിട്ടുള്ള ഗോൾസാണ് എഴുതിയെടുക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഞാൻ 2025 ആകുമ്പോഴേക്കും അച്ചീവ്മെൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് എഴുതിയെടുത്തത്. എഴുതിയെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഒന്നുപോലും സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രയത്നം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ കൊല്ലം ഏതായാലും ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രയത്നിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഞാൻ കുറേ മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ ഗോൾസ് എഴുതുന്നൊന്നും കാണിക്കുന്നില്ല. ക്യാമറ ഓഫാക്കിയിട്ടാണ് ഞാൻ ഗോൾസൊക്കെ എഴുതിയെടുത്തിട്ടുള്ളത്. ഇത്രയും വൃത്തിയിൽ എഴുതിയെടുത്തിട്ടുള്ള പ്ലാനറായിരുന്നു കേട്ടോ. ഇനി പ്ലാനർ ഉണ്ടാക്കിയ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓടിച്ച് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പം അതിൻ്റെ അവസ്ഥ കണ്ടെന്നുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല. ഇപ്പം ഏതായാലും ഈ പ്ലാനർ കീറിപ്പറിഞ്ഞ് ആകെ നാശമായിട്ടുണ്ട്. ഏതായാലും ഞാൻ എൻ്റെ ഗോൾസുകൾ എന്തൊക്കെയായിരുന്നു എന്ന് നിങ്ങൾക്ക് വായിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു കേട്ടോ ഞാൻ മുഹറം മാസത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്ലാനർ. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്ലാനറിൻ്റെ അവസ്ഥ ഈ കോലത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളെ മക്കൾ. ബാക്കത്തെ ചട്ട മാത്രമേ ഉള്ളൂ, ഫ്രണ്ടിലെ ചട്ടൊക്കെ എവിടെയോ എന്ന് പഠിച്ചവനക്കറിയാം. അതാ കുത്തി വരച്ച് ആകെ നാശമാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെയൊക്കെ കുത്തി വരച്ച് നാശമാക്കിയപ്പോൾ ഞാൻ ഇതിൻ്റെ കുറേ പേജ് മറിച്ചിട്ട് നടുവിൽ നിന്ന് ഞാൻ എഴുതി തുടങ്ങിയിരുന്നു കേട്ടോ. പിന്നെ അത് ഒരു ദിവസം എഴുതി തുടങ്ങുന്ന ഇടയിൽ കൂടെ എണീച്ച് പോയപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോള് വന്നിട്ട് അതും കുത്തിത്തിരുമ്മി ആകെ കളറ് കൊടുത്ത് ആകെ നശികുശിയാക്കി വെച്ചിട്ടുണ്ട്. കുറേ പേജൊക്കെ കീറിയും പോയി. പിന്നെ കളായി പോയ നിസ്കാരങ്ങൾ അത് കണക്ക് കൂട്ടിയിട്ട് അത് നിസ്കരിച്ച് വീട്ടുന്നതിൻ്റെ ഒരു ചാർട്ട് തയ്യാറാക്കിയതാണിത്. അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതൊക്കെ അതിൻ്റെ കണക്ക് കൂട്ടിയതാണ് കേട്ടോ. എനിക്ക് കളായിട്ടുള്ള നിസ്കാരങ്ങളും അതുപോലെ തന്നെ നമ്മൾ പ്രസവിച്ചിട്ടുള്ള ആ സംഭവം, ആ സമയത്തെ ദിവസങ്ങൾ, മെൻസസ് ആയിട്ടുള്ള സമയത്തെ ദിവസങ്ങളൊക്കെ അത്രയും വർഷത്തിൽ പ്രായപൂർത്തിയായ തൊട്ട് ഇന്നേ വരെയുള്ള വർഷങ്ങളിൽ കളായ നിസ്കാരങ്ങൾ കണക്ക് കൂട്ടിയിട്ടുള്ളതാണ് അതൊക്കെ. പിന്നെ ഞാൻ അതേ ചാനലിൽ എന്തൊക്കെ തരം വീഡിയോസൊക്കെ ചെയ്യാമെന്നൊക്കെ എഴുതി വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് സാധനങ്ങളൊക്കെ ഒന്നായിട്ട് വാങ്ങാറ്. അതിൻ്റെ ഒരു സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതൊക്കെ കുട്ടികൾ കീറി പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഭാഗം വൃത്തികേടാക്കിയതുകൊണ്ട് രണ്ടാമത് ഈ ഭാഗത്തിലേക്ക് നിർത്തി എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വൃത്തികേടാക്കി. ഇതൊക്കെ ഞാനൊരു ദിവസം ഉറക്കൊഴിച്ചിരുന്നിട്ട് ഉണ്ടാക്കിയതാണിത്. അതൊക്കെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുഹറം മാസത്തിലെ പ്ലാനർ തയ്യാറാക്കിയതായിരുന്നു. അത് മുഹറം മാസത്തെ പ്ലാനർ തന്നെ, അല്ലാതെ 2024 ജനുവരി 1 തൊട്ടുള്ള പ്ലാനർ ഒന്നല്ല കേട്ടോ. മുഹറം മാസത്തിലാണ് ഞാൻ പ്ലാനർ സ്റ്റാർട്ടാക്കിയത്. അതിൻ്റെ ഞാൻ നല്ല മട്ടത്തിൽ ഉറക്കൊക്കെ ഒഴിച്ച് ചെയ്യും. മക്കളതൊക്കെ വൃത്തികേടാക്കും. കളർഫുള്ളൊക്കെ ആക്കി ചെയ്തായിരുന്നു, പക്ഷേ ഒക്കെ വൃത്തികേടാക്കി. ഇത് പിന്നെ 17 ദിവസത്തെ ഒരു ഇതായിട്ട് ഞാനിതൊരു യൂട്യൂബ് ചാനലിൽ ഒരു ഉസ്താദിൻ്റെ ചാനലിൽ കണ്ടതാണ്. 17 ദിവസം ഒരു ഫാത്തിഹ, ആയത്തുൽ കുർസി 1, കുൽ കാഫിറൂൻ സൂറത്ത് 3 പിന്നെ കുൽ വല്ലാഹു അഹദ് 3, കുൽ ഔദു റബ്ബിൽ ഫലഖ് 1, കുൽ ഔദു റബ്ബിൻ നാസ് 1, പിന്നെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട 3 സ്വലാത്ത് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറുന്നു. ആ ഉസ്താദ് ചാനലിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ചെയ്ത് നോക്കിയതാണ്. എനിക്ക് നിറവേറിട്ടോ. പിന്നെ ഞാനൊരു മണി ബോക്സ് ഉണ്ടാക്കിയതാണ്. എൻ്റെ കയ്യിലുള്ള പൈസകളൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടുന്ന പൈസയൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. കാര്യമായിട്ട് ഇപ്പോൾ നമുക്ക് ഇക്കാൻ്റെ നിന്ന് അവിടെ ഇവിടെയൊക്കെ വെച്ച് മറക്കുന്നു. പിന്നെ ഇക്കാൻ്റെ ചില്ലറകളൊക്കെ അവിടെ ഇവിടെ ഇട്ട് പോകും. അതൊക്കെ എടുത്തിട്ട് ഒരു മണി ബോക്സിലാക്കി വെക്കും. എത്രത്തോളം പൈസ അതിൽ വരുന്നുണ്ട് എന്നൊക്കെ എഴുതി വെച്ചായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല രസത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടികളൊക്കെ കുളമാക്കി ആ കൂടെ കുത്തിവരാക്കിയിട്ട്. പിന്നെ ഇതാണ് ഞാൻ മന്ത്ലി പ്ലാൻ. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ ഉണ്ടാക്കണം എഴുതി വെക്കും. അതുപോലെ തന്നെ എന്തൊക്കെ കറി ഉണ്ടാക്കണം എഴുതി വെക്കും. കൂടെ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങും. ഞാൻ എഴുതി വെക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലിനും കൂടി ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൂടി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഒരാഴ്ചത്തെ പ്ലാനാണിത്. 1 മുതൽ 7 ദിവസം വരെയുള്ള പ്ലാനാണ്. രാവിലത്തെ നമുക്ക് ഭയങ്കര മെനക്കേട്. ഉച്ചക്കത്തെ രാത്രിയൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ ഉച്ചക്ക് രാത്രിയൊക്കെ ഒരേ ഫുഡായിരിക്കും. ഉച്ചക്ക് ഉണ്ടാക്കുന്ന ഫുഡായിരിക്കും രാത്രിയും. രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള ഒരാഴ്ചത്തെ പ്ലാൻ തയ്യാറാക്കിയിട്ട് അന്നേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി ഒരാഴ്ചത്തെ സാധനങ്ങളൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. പിന്നെ നമുക്ക് ജോലി എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് സൗണ്ട് ഉണ്ടാക്കരുത്. സ്വലാത്ത് ചെല്ലാനും അതുപോലെ തന്നെ എന്താ പറയുക കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും നിസ്കാരം കളാക്കാനൊക്കെ നമുക്ക് ഒരുപാട് സമയം കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദമായിട്ട് വീഡിയോ തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പ്ലാനർ കുളയപ്പോൾ പിന്നെ ഞാൻ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇപ്പോഴത്തെ ഈ പ്ലാനറിൽ. അപ്പോൾ ഈ നമുക്ക് 2024 എഴുതിയെടുത്തിട്ടുള്ള പരാജയപ്പെട്ട് പോയിട്ടുള്ള ഗോൾസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
2024 ഞാൻ ഈ നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ വിഷ് ലിസ്റ്റ്. ഇത് മുഹറം മാസത്തിൽ 2025 ആകുമ്പോഴേക്കും അത് നിറവേറണം എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മൈ ഗോൾസ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒന്നോ രണ്ടോ കാര്യം മാത്രം നടന്നിട്ടുള്ളൂ. അതും 2025 നടന്നിട്ടുള്ളൂ കേട്ടോ, 2024 ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചീറി വരും, കാരണം ഒരു കാര്യവും നടന്നിട്ടില്ല. എന്നെപ്പോലെ ഗതികെട്ട ഒരാൾ വേറെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോൾ ചിരി ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ 2024 ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചു എന്ന് മാത്രം. അതിനുവേണ്ടി ഞാൻ തീരെ പ്രയത്നിച്ചിട്ടില്ല. സംഭവം അതാണ്. നമ്മളിങ്ങനെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കരുതിയിട്ട് ആഗ്രഹം നടന്നുകൊള്ളുന്നില്ലല്ലോ. അതിനുവേണ്ടി പഠിച്ചവനോട് ദുആ ചെയ്യണം, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യണം. ഒന്നും ചെയ്യാതെ വെറുതെ ഞാൻ ആഗ്രഹങ്ങൾ എഴുതി വെച്ചിട്ട് ഒന്നും നടന്നില്ല. അപ്പോൾ ഞാനത് വായിച്ചു തരാം എന്തൊക്കെയാണ് എൻ്റെ 2024 ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളിൽ നിന്ന്. ഫസ്റ്റ് എൻ്റെ ചാനലിൽ 1000 സബ്സ്ക്രൈബ് നേടാനുണ്ട്, അത് ഇതുവരെ ആയിട്ടില്ല. അതുപോലെ തന്നെ 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു 2025 ആകുമ്പോഴേക്കും. അത് ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ. പിന്നെ ഒരു ഇൻകം, അതായത് എനിക്കൊരു സ്വന്തമായിട്ടൊരു വരുമാനം യൂട്യൂബിൽ നിന്നും കിട്ടണമെന്നായിരുന്നു. മോണിറ്റൈസേഷൻ ആവാത്തതുകൊണ്ട് അതും വന്നിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ഞാനിപ്പോൾ ഒരു 2020 പ്രസവം, അതുപോലെ 2023 പ്രസവം, 2 പ്രസവം ഞാൻ എൻ്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 3 വർഷത്തിലേക്ക് 2 പ്രസവം നടന്നപ്പോൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. 85 കിലോനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് എങ്ങനെയെങ്കിലും കുറച്ചിട്ട് 60 കിലോനൊക്കെ ആക്കണമെന്ന് വിചാരിച്ചു 2025. പക്ഷേ സ്റ്റിൽ ഇതുവരെയായിട്ടും എൻ്റെ ഒരു കിലോ പോലും കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും 85 കിലോ തന്നെയാണ് കേട്ടോ. ഒക്കെ ചിരിച്ചിട്ട് നിൽക്കുക. ന്യൂ ഇയർ ആകുമ്പോൾ വിചാരിക്കും വെയിറ്റ് കുറക്കുന്നത് ഈ വീട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അൽഹംദുലില്ലാ ഒരു വീടൊക്കെ ഉണ്ട്. വീടിൻ്റെ പണി മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ വീട്ടിലേക്ക് ഒരുപാട് ഫർണിച്ചറുകളൊക്കെ വാങ്ങാനുണ്ട്. ഞങ്ങൾ ചെറുതായിട്ട് കുടിരിക്കലൊന്നും നടത്താത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫർണിച്ചർ വാങ്ങിയിടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കിച്ചണിലാണെങ്കിലും അങ്ങനെ നല്ല സാധനങ്ങളോ നല്ല പാത്രങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം വീട് അങ്ങനെയല്ലേ. പക്ഷേ നമുക്ക് അൽഹംദുലില്ലാ വീടുണ്ടായതുകൊണ്ട് ഏതായാലും വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല, എന്നാലും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. എനിക്ക് വരുമാനം കിട്ടിയിട്ട് എൻ്റെ വരുമാനത്തിൽ നിന്ന് വാങ്ങാന്നുള്ളതിൽ ഞാൻ എഴുതി വെച്ചത് കേട്ടോ. എനിക്ക് ഈ മറ്റേ പ്രീതി സോഡിയാക്കിൻ്റെ മിക്സി ഉണ്ടല്ലോ, അത് വാങ്ങണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ എൻ്റെ കിച്ചൺ ഒന്ന് മോഡുലാർ കിച്ചൺ ആക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. ചെറുതാണെങ്കിലും കബോർഡുകളൊക്കെ വെച്ചിട്ട്, കാരണം സ്റ്റോർ റൂമും കാര്യങ്ങളൊന്നും ഇല്ല, കബോർഡ് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ കിച്ചൺ ആകെ എത്ര ക്ലീൻ ആക്കി വെച്ചാലും ഒരു ഒതുക്കുണ്ടാവില്ല. എല്ലാ സാധനങ്ങളും ഇങ്ങനെ എപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് കടക്കുമ്പോൾ തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു മാറയില്ല. ഒന്നിപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ക്യാബിനറ്റ് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ ഡോറൊക്കെ വെക്കുമ്പോൾ നമുക്കത് മറിഞ്ഞിരിക്കുന്ന കോലത്തിലാക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ എൻ്റെ കിച്ചൺ അങ്ങനെയല്ല, എല്ലാം ഓപ്പണാണ്, ഫുൾ ഓപ്പണാണ്. ഒരു അലമാര പോലും കിച്ചണില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കണ്ടുപിടിക്കും. ഒരു വൃത്തിയില്ല. എത്ര നമ്മൾ നന്നാക്കിയാലും വൈറ്റ് കിച്ചണൊക്കെ തന്നെയാണ്, വൈറ്റ് ടൈൽസാണ്. പക്ഷേ എത്ര നന്നാക്കിയാലും ഒരു വൃത്തിയില്ല, ഒരു വൃത്തി തോന്നിക്കില്ല. സാധനങ്ങൾ ഇങ്ങനെ പരത്തി അവിടെ ഇവിടെയൊക്കെ വെച്ച പോലെ തോന്നും. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പോൾ 10 വർഷമായിട്ട് കൂടി ഇരുന്നിട്ടും മോഡൽ കിച്ചൺ ഉണ്ടാക്കണം അന്ന് മുതൽക്കേ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കിച്ചണിൽ കൗണ്ടർ ടോപ്പ് ഒന്നും ഉണ്ടാക്കാഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതിയും ഭയങ്കരമായിട്ടുണ്ട്. ഒരു സാധനം നമ്മളിപ്പോൾ ഒരു അടുക്കളയിൽ പാത്രങ്ങൾ അങ്ങോട്ട് മാറ്റി പാചകം ചെയ്യുന്ന സമയത്ത് പാത്രം അങ്ങോട്ട് മാറ്റി വെക്കാൻ ഒന്നും സ്ഥലമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ചെറിയൊരു അടുക്കള എന്താണെങ്കിലും നമ്മൾ ഈ കിച്ചണ് ഗ്യാസ് അടുപ്പ് വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ തന്നെ ചെറിയൊരു സ്ഥലം മാത്രമേ നമുക്ക് പാത്രങ്ങൾ അങ്ങോട്ട് മാറ്റി വെക്കാനുള്ളൂ. അപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു എന്താ പറയുക നല്ലൊരു കിച്ചൺ ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ നമ്മൾ യൂട്യൂബിലും ഓരോ ഹോം ടൂറൊക്കെ അങ്ങനെ കൊതിയാവും, അങ്ങനെ എഴുതി വെച്ചാണ്, അതൊന്നും നടന്നിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ഡോർ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുൻവാതിൽ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടൊരു പ്ലൈവുഡ് വാതിൽ വെച്ചാൽ അത് മാറ്റിയിട്ട് ഒരു ഭയങ്കര കൊത്തുപണികളൊന്നും വേണ്ട, സാധാരണ സിമ്പിളായിട്ട് മരം കൊണ്ടുള്ള ഒരു വാതിൽ വെക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്നും നടന്നിട്ടില്ല. അതുപോലെ തന്നെ വീടിന് ചുറ്റും ഞങ്ങൾ 10 സെൻറ്റ് സ്ഥലമാണ്. ആ സ്ഥലത്തിന് ഞങ്ങൾ പൈസ ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ ഒന്നും നടക്കാത്തത്. നമ്മൾ പറയില്ല അതിരിടാന്ന് പറയില്ല, അങ്ങനെ അതിരിടാൻ ഞങ്ങൾ ചെറിയ ചെങ്കലിട്ട് മാത്രമേ അതിട്ടുള്ളൂ, അതിലൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു ഞാൻ ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുക, അതും ഒരാളും കാണാത്ത രീതിയിൽ നിൽക്കാന്ന് അങ്ങനെ ഒരു അവസരം കിട്ടി അത്ര എനിക്കിഷ്ടമാണ് വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീടിന് ചുറ്റുഭാഗത്ത് മതിൽ കെട്ടണമെന്നുണ്ടായിരുന്നു, അതും നടന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ വീട്ടുമുറ്റത്ത് ലോണൊക്കെ വെച്ച് പിടിപ്പിക്കില്ല, അത് ഞാനായിട്ട് തന്നെ ഒരു ചെറിയൊരു ശ്രമം നടത്തി പാടത്തുനിന്ന് പുല്ലൊക്കെ തുറന്നിട്ട്, പക്ഷേ അതും 8 നേര് പൊട്ടിപ്പോയി. പിന്നെ അതുപോലെ തന്നെ വീട് പറ്റണമെന്നുണ്ടെങ്കിൽ മുഖനിലയിലേക്കും ഒന്ന് ആക്കണമെന്നുണ്ടായിരുന്നു, അത് നടന്നില്ല. ഇതിലുള്ള ഫുള്ളൊന്നും നടക്കാത്തതുണ്ട്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൽ കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട്. സിറ്റ് ഔട്ടിൽ സ്റ്റെപ്പ് അതൊന്നും നമ്മൾ അതിൻ്റെ ടൈൽസ് ഒന്നും വിരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുണ്ട്. അതുപോലെ തന്നെ പോർച്ച് നന്നാക്കണമെന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ മുറ്റം നന്നാക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഡൈനിങ് ഹാൾ വാഷ് സ്പേസ് ഒന്നുമില്ല, അത് വെക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ജനാലൊക്കെ കർട്ടന്, അതുപോലെ തന്നെ നമുക്ക് ഏതായാലും ഒരു വീട്ടിൽ സ്ത്രീകളാണ് പുരുഷന്മാരുണ്ടായാലും നമ്മൾ കണ്ണാടിയിൽ നോക്കാത്തൊരു ഇതൊന്നുമില്ല, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും വീട്ടിലില്ല, കണ്ണാടികളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് ഒന്ന് സെറ്റപ്പ് ആക്കണമെന്നുണ്ടായിരുന്നു. വീട് ഒന്നുമില്ല. അതുപോലെ തന്നെ ആകെ ഒരു ബാത്റൂം മാത്രമേ വീട്ടിലുള്ളൂ. വേറെ ബാത്റൂമിലുള്ള സ്പേസ് ഉണ്ട്, പക്ഷേ അത് നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു, ഒന്നും നടന്നിട്ടില്ല. പിന്നെ എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട്. അപ്പോൾ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും എങ്ങനെയെങ്കിലും പിശുക്കി വെച്ചിട്ട് എന്തെങ്കിലും ഒരു തരി പൊന്നൊരു കമ്മലോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു വള അല്ലെങ്കിൽ ഒരു കരിമണി മുത്തിൻ്റെ ഒരു കൈച്ചേനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നു. ഒന്നിനും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ 2 മക്കളും മറ്റേതുണ്ടല്ലോ നമ്മൾ ഈ എന്താ പറയുക മുക്ക് വേണ്ടെന്ന് പറയുമല്ലോ, അത് നമ്മൾ 150 രൂപക്കൊക്കെ കരിമണി ചെയ്യുന്നില്ലേ, അതാണ് ഞാൻ എൻ്റെ കുട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന ആഗ്രഹം കൊണ്ട് ഇട്ട് കൊടുക്കണതാണ്. സ്വർണ്ണം സേഫ് ഒന്നുമല്ല, എന്നാലും കുഞ്ഞ് കമ്മൽ പൊട്ട കമ്മലെങ്കിലും വാങ്ങിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സ്വർണ്ണവിലൊക്കെ ഒന്നും നടക്കുന്നു തോന്നുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും എനിക്കത് വായിച്ചിട്ട് ഞാൻ കുറേ ചിരിച്ചു. സംഭവം എൻ്റെ ഒരു ആഗ്രഹങ്ങളും നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിൽ ഇങ്ങനെ എന്താ പറയുക വിഷ് ബോർഡ് വിഷ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നടന്ന കാര്യങ്ങൾ കുറേ യൂട്യൂബിൽ കണ്ടിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു വീഡിയോ ഇങ്ങനെ ചെയ്താൽ ഒന്നും നടന്നിട്ടില്ലല്ലോ, അതും ചെയ്ത് അത് വെച്ച് വീഡിയോ ചെയ്യാമല്ലോ വിചാരിച്ചിട്ടുണ്ടോ. അപ്പോൾ ഒരു നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഞാനിത് എൻ്റെ ആഗ്രഹങ്ങൾ എഴുതി വെച്ചു എന്ന് മാത്രം. പക്ഷേ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒട്ടും പ്രയത്നിച്ചിട്ടില്ല. പഠിച്ചവനോട് ദുആ ചെയ്യേ അല്ലെങ്കിൽ നമുക്കുണ്ടാവില്ല എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലുക അല്ലെങ്കിൽ ദിക്ർ ചൊല്ലുക, ഒന്നും കാര്യം ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അപ്പോൾ പഠിച്ചവനെ നടത്തി തരില്ലല്ലോ, നമ്മൾ ചോദിച്ചെങ്കിലല്ലേ പഠിച്ചോന്ന് തരുള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും മാറി ആഗ്രഹിക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ജനുവരി, ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ജനുവരി 31 ഇൻഷാ അല്ലാഹ് നാളെ വീഡിയോ ഇടാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ ഇടാം.
നാളെ വീഡിയോ ഇടാൻ പറ്റട്ടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഞാനൊന്ന് മാറി ചിന്തിക്കാൻ എൻ്റെ ലൈഫിനെ ഞാൻ ചേഞ്ച് ചെയ്യാൻ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഒരു ലൈഫ് ചേഞ്ചിങ് തന്നെയാണ് കേട്ടോ. 2004 സെപ്റ്റംബർ ഒക്ടോബർ 2004 നവംബർ ഡിസംബർ മാസത്തിലൊക്കെ തുടങ്ങിയിട്ട് തന്നെയാണ്. മുഹറം മാസത്തിൽ കുറച്ച് പ്രതിജ്ഞയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നിസ്കാരം കളാക്കൂലാന്ന്. മാഷാ അല്ലാഹ് എന്നെക്കൊണ്ട് ഒരുപാട് നിസ്കാരങ്ങളൊന്നും കളായിട്ടില്ല. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പെട്ട് കിടന്നാൽ അല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിസ്കാരം കളായി പോയിട്ടുള്ളൂ കേട്ടോ. അതിന് ഞാൻ പെട്ടെന്ന് വീട്ടും ചെയ്യും. എന്താ പറയുക, പണ്ടത്തെ പോലെ ഒന്നും അങ്ങനെ നിസ്കാരം കളാക്കാതെ അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നു ചെയ്യാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെയൊക്കെ എന്നെക്കൊണ്ട് നിറവേറാൻ പറ്റിയിട്ടുണ്ട്. നന്നാവെന്ന് വിചാരിച്ചാൽ എന്തായാലും ഞാൻ നന്നാവും, ഉറപ്പാണ്. അതുപോലെ തന്നെ 2005 ജനുവരിയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു, അതിന് പറ്റില്ല. ഇനി ഫെബ്രുവരി 1 മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് ഏതായാലും ഞാനൊരു വേറൊരു പ്ലാനറൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല. A4 ഷീറ്റ് കൊണ്ട് ഇങ്ങനെ പ്രസ് ആക്കിയിട്ട് എനിക്കൊരാൾ തന്നതാണ് കേട്ടോ. അത് അവർക്ക് പ്രസ്സിലാണ് ജോലി. അപ്പോൾ അവിടെയുള്ള വേസ്റ്റ് ഷീറ്റുകളെ കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചിത്രം വരയ്ക്കാനും നമുക്ക് കണക്കും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഒന്ന് വേണമെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ന്യൂ ഇയറിന് മുന്നേ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു, ജനുവരി 1 മുതൽ സ്റ്റാർട്ട് ആക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അതിനൊരു പെൻസിൽ കൊണ്ട് എഴുതി കൊടുത്ത് ചിത്രങ്ങളൊക്കെ പകുതിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൂർത്തീകരിക്കണം. അതുപോലെ തന്നെ ഡെയിലി സുഹൃത്തുക്കൾ, ഇതിപ്പോൾ ഞാൻ ജനുവരിയിൽ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഫെബ്രുവരി മുതൽ തുടങ്ങുമെന്ന് വിചാരിക്കേണ്ടത് പോലെ, നാളെ മുതൽ തുടങ്ങുമെന്ന് വിചാരിക്കേണ്ടത് പോലെ തന്നെ ഒരു ലക്ഷം സ്വലാത്ത് ഒരു 2-3 മാസങ്ങൾ കൊണ്ട്, അതിപ്പോൾ ഒരു 5-6 മാസമായിരുന്നു നേർച്ചയാക്കിയിട്ട് ഇതുവരെയും ചൊല്ലി തീർക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് ചെറിയ മക്കളുകൊണ്ട് നമുക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നിസ്കാരം കളാതും ഞാൻ ജനുവരി മുഴുവൻ 30 ദിവസം മുഴുവനാക്കാൻ വിചാരിച്ചായിരുന്നു, അതിനെക്കൊണ്ട് സാധിച്ചിട്ടില്ല. ഏതായാലും അതൊക്കെ ഒന്ന് എന്താ പറയുക, കള്ളാവ് വിട്ടാൽ എളുപ്പത്തിൽ കള്ളാവ് വീട്ടി തീർക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ 2005 ഇപ്പോൾ 2026ലേക്കുള്ള ഇനിയിപ്പോൾ 2026ലേക്കുള്ള ഒരു വിഷ് ലിസ്റ്റ് അതായത് ഒന്ന് എഴുതി വെക്കണമെന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഒരുപാടെണ്ണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തിലൊക്കെ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നാൽ അതിനുണ്ട്. എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. വീട്ടിലേക്ക് നല്ല സാധനങ്ങൾ വാങ്ങാം, നല്ല ഫർണിച്ചർ വാങ്ങാം, അതുപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വലിയ വലിയ ആഗ്രഹങ്ങൾ എന്ന് പറയാനൊന്നുമില്ല. പഠിച്ചോനെ ഏതായാലും നമ്മൾ ചോദിക്കാൻ തന്നെ വലിയ ആഗ്രഹം നമുക്ക് വീടൊക്കെ സാധിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തൊട്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ. നമ്മുടെ ഓരോ ആഗ്രഹങ്ങളല്ല. ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസ് ചെയ്ത് കിട്ടി എനിക്ക് വരുമാനം കിട്ടുന്നത്. കുറഞ്ഞ വരുമാനം കിട്ടിയാലും നമുക്ക് അത് എന്താ പറയുക, വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ, നമുക്ക് വീടിൻ്റെ പണി പൂർത്തീകരിക്കാനോ അതിനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. 5 വർഷത്തോളമായി. കുറേ വർഷങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് 5 വർഷമായിട്ടും 1000 സബ്സ്ക്രൈബ് ഒന്നും കയറാത്തത്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര വലിയ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒന്നും അല്ല കേട്ടോ. പ്ലാനർ ഉണ്ടാക്കുന്നത് മുഴുവൻ ഷൂട്ട് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചിരുന്നിട്ട്. അപ്പോഴത്തും ഫോണിൽ ചാർജ് കഴിഞ്ഞ് ഓഫ് ആവാനായപ്പോൾ ഞാൻ കൊണ്ടുപോയി കുത്തിച്ചിട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ക്യാമറ ഒന്നും ഇല്ലാതെ ഞാൻ തന്നെ കണ്ട് എഴുതിയുണ്ടാക്കി. അപ്പോൾ ഞാനത് ലാസ്റ്റ് കാണിച്ചു തരുന്നുണ്ട് എന്തൊക്കെയാണ് എഴുതിയതെന്നുള്ളത്. പിന്നെ കുറച്ചും കൂടി ഞാൻ ഈ വർഷം കുറച്ചും കൂടി ചെല്ലാൻ വേണ്ടിയിട്ടൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്കെച്ച് പെന്ന് വെച്ചിട്ടൊന്ന് കളർ കൊടുക്കുന്നുണ്ട്. കളർ കണ്ടപ്പോഴേക്കന്നെ നമ്മൾ ആൾ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. കുത്തി വരക്കുന്ന ആൾ ഒന്ന് നമ്മൾ കളർഫുള്ളൊക്കെ കൊടുത്ത് ഒന്ന് ക്യൂട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മറിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും കേട്ടോ. വലിയ രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ ചിത്രം വരച്ചത്. പണ്ടെങ്ങാനും സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ കുറഞ്ഞ രീതിയിലൊക്കെ ചിത്രം വരച്ചിരുന്നു. പിന്നെ അത് ചിത്രം വരയൊക്കെ ഒന്ന് മുടങ്ങി പോയപ്പോൾ ആ ഒരു ഇതൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും കളറൊക്കെ കൊടുത്തപ്പോൾ ഒന്ന് മൊഞ്ചായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാനറിൻ്റെ പണി ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ചിത്രമൊക്കെ കൊടുത്ത് കളർഫുള്ളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ന്യൂ ഡേയ്സ് ന്യൂ ഹോപ്സ് എന്നും കൊടുത്തിട്ടുണ്ട്. പുതിയ ദിവസങ്ങളും പുതിയ പ്രതീക്ഷകളും എന്നാണ് അർത്ഥം. അല്ലാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൻ്റെ അർത്ഥമല്ല കേട്ടോ. ബിസ്മിൻ്റെ അർത്ഥം ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. അപ്പോൾ ഇത് രണ്ടാമത്തെ പേജാണ്. ഫസ്റ്റ് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി കൊടുത്തിട്ടുണ്ട്. ശേഷം ഡെയിലി ഓതുന്ന സൂറത്തുകളാണ് കേട്ടോ. ഞാനിവിടെ 4 സൂറത്തുകളാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കുറേ ഉസ്താദ്മാരെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉസ്താദ്മാരെ വീഡിയോയിൽ ഏതെങ്കിലും സൂറത്തിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്ന സമയത്ത് നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എഴുതി കൊടുക്കും. ദിവസം ഓതാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. മാസത്തിൽ 4 ആഴ്ച ഉണ്ടാവുമല്ലോ. ഒരാഴ്ചയാണ് ഇത് കാണിക്കുന്നത്, 4 കള്ളി. ഒരു ഞായറാഴ്ച നമ്മൾ യാസീൻ ഓതിയാൽ ഇവിടെ കളർ ചെയ്ത് കൊടുക്കുക. പിറ്റത്തെ ആഴ്ചയിൽ ഞായറാഴ്ച നമ്മൾ യാസീൻ ഓതുമ്പോൾ ഇവിടെ കളർ ഇട്ട് കൊടുക്കുക. അങ്ങനെ കേട്ടോ. ഇപ്പോൾ ഞായറാഴ്ച യാസീൻ ഓതുകയാണെങ്കിൽ ഒരു കള്ളി കളർ ഇട്ട് കൊടുക്കുക. പിന്നെ തിങ്കളാഴ്ച യാസീൻ ഓതുമ്പോൾ ഒരു കള്ളി കളർ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് 4 ആഴ്ച ഒരു കള്ളിയിൽ തന്നെ കിട്ടുക. ആ രീതിയിലാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നിനും ഓരോ കലണ്ടർ വരക്കണ്ട. ഇതാകുമ്പോൾ കുറച്ചും കൂടി സുഖമാണ്. ഇതിപ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ വേറെ മൊബൈൽ അതിൻ്റെ ടോർച്ച് കത്തിച്ച് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏതെങ്കിലും സൂറത്ത് നമുക്ക് ഓതാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതുകൂടി ഇവിടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അദ്കാറുകൾ ഇതിൽ കൂട്ടി ചേർത്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയ കുട്ടി ഉണ്ടായതുകൊണ്ട് ഒരുപാട് നമുക്കിങ്ങനെ എന്താ പറയുക, കുട്ടീനെ നോക്കാതൊന്നും ഇരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ദിക്ർ ചൊല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ചൊല്ലാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി 1 ലക്ഷം സ്വലാത്ത് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് കുറച്ചായിട്ട് നേർച്ചയാക്കിയിട്ട് ഇപ്പോഴും 10,000 പോലും എനിക്ക് ചെല്ലാനായിട്ട് പറ്റില്ല കേട്ടോ. 9,000 ആയിട്ടുള്ളൂ. ഇനി കള്ളിയും കൂടി ഫില്ലായാലാണ് 10,000 ആവുള്ളൂ കേട്ടോ. അങ്ങനെ 10 കള്ളിയുണ്ട്, അപ്പോഴാണ് 1 ലക്ഷം ആവുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഒഴിവുള്ള സമയത്ത് ഇതുപോലൊരു തസ്ബീഹ് വെച്ചിട്ട് ഇങ്ങനെ ചെല്ലണം കേട്ടോ. അപ്പോൾ എനിക്ക് ദിക്റുകളൊന്നും ചൊല്ലാനായിട്ട് ഇപ്പോൾ ടൈം കിട്ടുന്നില്ല. ഓർമ്മയുള്ള സമയത്തൊക്കെ ഞാൻ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ കുട്ടിനേറ്റിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഓർമ്മയുള്ള സമയം അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയമൊക്കെ നമ്മളിങ്ങനെ വെറുതെ വർത്താനം പറയുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ദിക്ർ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അതും പുണ്യമാക്കപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് സ്വലാത്ത് ചെല്ലാണ്ടായതുകൊണ്ട് അതൊന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നേർച്ച ചെയ്ത സ്വലാത്താണ്. ഞാനാണെങ്കിൽ എന്തിനാണോ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നേർച്ച ചെയ്തത് അതാണെങ്കിൽ എനിക്ക് അൽഹംദുലില്ലാഹ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്വലാത്ത് തിന്നാൽ അത് അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു അനീതിയല്ലേ. അപ്പോൾ ഞാൻ സ്വലാത്ത് മുഴുവനാക്കിയിട്ട് 1 ലക്ഷം സ്വലാത്ത് മുഴുവനാക്കിയിട്ട് ദിക്റുകൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ദിക്റുകൾ ഈ പ്രാവശ്യം പ്ലാനറിൽ ഉൾപ്പെടുത്താത്തത്.
അപ്പോൾ ഞാൻ ഓരോ 1000 വെച്ച് ഇതിൽ എഴുതാണെങ്കിൽ ഈ കള്ളി ഫില്ലായാൽ 1 ലക്ഷം കംപ്ലീറ്റ് ആവും കേട്ടോ. ഇനിയിപ്പോൾ രണ്ടാമത്തെ പേജിൽ ഇതാ ഒരു സൂറത്തുൽ ഫത്തഹ് 21 ദിവസം ഓതേണ്ട 21 ദിവസം സൂറത്തുൽ ഫത്തഹ് തുടർച്ചയായി ഓതേണ്ടതാണ് കേട്ടോ. ഞാൻ ഫെബ്രുവരിൻ്റെ കലണ്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ദിവസം മുതലാണോ തുടങ്ങുന്നത് ആ ദിവസം മുതൽ നമുക്ക് അടയാളപ്പെടുത്തി തുടങ്ങാം. പിന്നെ 17 ദിവസം ഓതാനുള്ളതാണ് കേട്ടോ. ഫാത്തിഹ 1, ആയത്തുൽ കുർസി 1, കാഫിറൂൻ സൂറത്ത് 3, ഖുൽ ഹുവല്ലാഹു അഹദ് 3, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 1, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 1, പിന്നെ 3 സ്വലാത്തും. കളർ കൊടുത്തപ്പോൾ എഴുതിയത് കാണുന്നില്ല കേട്ടോ. അതും തുടർച്ചയായിട്ട് 17 ദിവസം ചൊല്ലാനുള്ളതാണ്. അപ്പോൾ അതും അങ്ങനെ ഓരോ ദിവസം 1 മുതൽ 17 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെല്ലുന്നതനുസരിച്ച് നമുക്ക് ടിക്കറ്റ് കൊടുക്കാം. ഇനി അടുത്തത് കളായി പോയ നിസ്കാരങ്ങളുണ്ട് കേട്ടോ. എനിക്ക് കുറേയേറെ ഞാൻ വലുതായിട്ടൊന്നും ആദ്യം നിസ്കരിക്കുന്ന ഒരാളായിരുന്നില്ല. എന്നാലും കുറേയൊക്കെ നിസ്കരിക്കാറുമുണ്ട്. എന്നാലും ഒരുപാട് നിസ്കാരം കളായിട്ടുണ്ട് കേട്ടോ. പ്രായപൂർത്തിയായതിനു ശേഷമുള്ള ഒരുപാട് നിസ്കാരങ്ങൾ കളായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് കണക്ക് കൂട്ടി എന്നുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കട്ടോ. അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് കിട്ടിയ സംഖ്യ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ജനുവരി മാസത്തിൽ കളാവ് കിട്ടിയതാണ്. ഇനി ഫെബ്രുവരി മാസത്തിലുള്ളത് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ കളാവ് കിട്ടുന്നതിനനുസരിച്ച് 1, 2, 3, 4 അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഈ കള്ളികൾ മുഴുവനാവുന്നവരെ ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഒന്നായിട്ട് കൂട്ടി നോക്കിയാൽ മതി എത്രത്തോളം നിസ്കരിച്ചു എന്നറിയാം. ഇനി ഞാൻ ഈ ന്യൂ ഇയറിൽ ഈ ഒരു 2025 പുതുതായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഇത് നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടാണ്. മൈ വിഷ് ലെറ്റർ ടു അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഞാനിത് യൂട്യൂബ് ചാനൽ കണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഒരു ലെറ്റർ എഴുതിയിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനി 2026 ഇൻഷാ അള്ളാഹ് നമുക്ക് തുറന്ന് നോക്കണം. തുറന്ന് നോക്കാനുള്ള ഭാഗ്യം പടച്ചോൻ തരട്ടെ, അതിനുള്ള ആയുസ്സും പടച്ചോൻ നൽകട്ടെ. പിന്നെ എൻ്റെ ഗോൾസാണ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു വർഷം എനിക്ക് പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പൂർത്തീകരിച്ചില്ലേ എന്നുള്ളത് ഇൻഷാ അള്ളാഹ് അടുത്ത കൊല്ലം കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമാസ് ട്രാക്കർ ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് തുടർച്ചയായിട്ട് ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിച്ചാൽ മതി. നമാസ് ട്രാക്കർ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും അവസരത്തിൽ നമുക്ക് കള്ളാവ് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പം കള്ളാവ് വീട്ടാനായിട്ട് മറന്നു പോകും. അപ്പോൾ അടയാളപ്പെടുത്തിയെങ്കിലും ചെയ്യാമല്ലോ. എന്നാൽ പിന്നെ നമുക്ക് അടയാളപ്പെടുത്തിയത് കാണുമ്പോൾ കള്ളാവ് വീട്ടാണ്ടെന്നുള്ള ഓർമ്മ ഉണ്ടാവും. അതുപോലെ തന്നെ പീരിയഡ്സ് ആയിട്ടുള്ള ഡേറ്റ് ഒരു 1, 2 മാസം കഴിയുമ്പോൾ ഞാൻ മറന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നമാസ് ട്രാക്ക് മെയിനായിട്ട് എഴുതി കൊടുത്തിട്ടുള്ളത്. ഈ പ്ലാനറൊക്കെ എഴുതിയിട്ട് അങ്ങനെ അലമാരയിൽ വെച്ചാൽ ശരിയാവില്ല കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ഒരു ദിവസത്തിൽ 1, 2 വട്ടമൊക്കെ തുറന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാനും പറ്റും. പിന്നെ ഞാനിതിൻ്റെ ഈ ഒരു ഇതിൽ തഹജ്ജുദും കൂടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. തഹജ്ജുദ് സുന്നത്താണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ നിസ്കരിക്കാൻ താല്പര്യമുള്ളവർക്ക് നിസ്കരിച്ച് നോക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ഒരു മാസത്തെ ഫെബ്രുവരി മാസത്തെ ഒരു കലണ്ടർ കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയാലും ശരിയിട്ട് കൊടുക്കുക. മിസ്ഡ് ആയാലും ഇങ്ങനെ ഒരു വരട്ടെടുക്കുക. മിസ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച് കള ആയാലും കേട്ടോ. പിന്നെ കള നമുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ നടുകിലൊരു 0 ഇട്ട് കൊടുക്കുക. പിന്നെ പീരിയഡ്സ് ആകുമ്പോൾ ഇങ്ങനെ ഒരു വെള്ളത്തുള്ളി പോലെ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലൊരു മണി ബോക്സും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഒരു കുപ്പി വരച്ചിട്ട് ഇങ്ങനെ ഓരോ കള്ളികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു മണി ബോക്സ് ഉണ്ടല്ലോ, മീഷോന്നും ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്ന അതിന് സമാനമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കുപ്പി കയ്യിൽ കരുതുക. എന്നിട്ട് നമ്മൾ എത്രയാണോ പൈസ ഇടുന്നത് അതോടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി ആ കുപ്പിയിൽ നിന്ന് നമ്മൾ പൈസ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര എടുത്തു എന്ന് ഇതിലെവിടെയെങ്കിലും നമ്മൾ അടയാളപ്പെടുത്തിയ സംഖ്യ നമ്മൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സംഖ്യക്ക് നേരെ നമ്മൾ ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം പൈസ നമ്മുടെ മണി ബോക്സിലുണ്ടെന്ന് അറിയാനായിട്ട് പറ്റും. അപ്പോൾ മണി ബോക്സ് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊന്നും കാണുന്ന തരത്തിലുള്ള മണി ബോക്സ് വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് ആ മണി ബോക്സ് ഒട്ടിച്ചാലും മതി, അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയായിട്ട് ഞാൻ എടുത്തിട്ടത്. അപ്പോൾ അതാരും തുറക്കൊന്നുമില്ല, അതിൻ്റെ അൽമാരിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇതിലും കൂടി ഇൻക്ലൂഡ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്ലാനറിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഓർമ്മ വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് കൊടുക്കാം. ജനുവരി ആവുന്നതിന് മുന്നേ, അതായത് 2025 ആവുന്നതിന് മുന്നേ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു, പറ്റിയിട്ടില്ല. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഒരു ഗോളാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ 1000 സബ്സ്ക്രൈബും 4000 വാച്ച് ടൈമും കംപ്ലീറ്റ് ആവുക എന്നുള്ളത്. 1000 സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്, മാഷാ അല്ലാഹ്. പക്ഷേ 4000 വാച്ച് ടൈമിൽ നിന്നും ബഹുദൂരം പിന്നിലാണ് കേട്ടോ. ആകെ ഇപ്പോൾ 1000 വാച്ച് ടൈം മറ്റേ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ആ യൂട്യൂബ് ക്രൈറ്റീരിയ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള വലിയൊരു ആഗ്രഹമാണ്. പിന്നെ ചെറിയൊരു ഇൻകം, അതൊക്കെ എൻ്റെ ഗോൾസിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 2026 ആകുമ്പോഴേക്കും കുറേയൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഇൻഷാ അല്ലാഹ്.